സൈബർ ലോകത്ത് നടക്കുന്ന ഏതൊരു ചലനവും വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കാറുണ്ട്. പൊതുവിൽ വ്യക്തികൾക്ക് വലിയ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി ഇന്ത്യയിലും കേരളത്തിലും ലോകത്തെല്ലായിടത്തും പ്രവർത്തിക്കുന്നത്. വിദ്യാസമ്പന്നരായവരും നിരക്ഷരരും ഒരുപോലെ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് സൈബർ ഇടം എന്ന് പറയുന്നത്. അവിടെ തമാശകളുണ്ട്, ഓർമ്മകളുണ്ട്, നൊസ്റ്റാൾജിയുണ്ട്, വ്യക്തികൾക്കിടയിലെ ആരോഗ്യകരമായ വിനിമയങ്ങളുണ്ട്, രാഷ്ട്രീയ തർക്കങ്ങളുണ്ട്, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുൾപ്പെടെയുള്ള ഗൗരവമായ അന്വേഷണങ്ങളുണ്ട്. അങ്ങനെ സംസ്കാരത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പലതരത്തിൽപ്പെട്ട അടരുകൾക്ക് കടന്നു വരാനുള്ള സാധ്യത സൈബർ ഇടം നൽകുന്നുണ്ട്. വ്യക്തികളെ സംബന്ധിച്ച് അപാരമായ സ്വാതന്ത്ര്യബോധം നൽകുന്ന ഒരിടമാണത്. എന്നാൽ പലപ്പോഴും നിഷേധാത്മകമായ പല പ്രവണതകളുടെയും കേന്ദ്രം കൂടിയായി സൈബർ ഇടം മാറുന്നതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക്, രാഷ്ട്രീയ വിരോധങ്ങൾ തീർക്കുന്നതിന്, മുൻവിധികൾ പ്രചരിപ്പിക്കുന്നതിന്, വെറുപ്പിൻ്റെ വിൽപ്പനക്കാരായി മാറുന്നതിനൊക്കെ സൈബർ ഇടത്തിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. രാഷ്ട്രീയമായി ആളുകളെ സംഘടിപ്പിക്കുന്നതിന് സൈബർ ലോകത്ത് ഉപയോഗിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ പെരുകി വരികയാണ്. ഏറ്റവും ഒടുവിൽ ദില്ലിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി സംഘടിപ്പിച്ച റാലിയും അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ വീക്ഷണങ്ങളുമൊക്കെ ഇതിനുദാഹരണമാണ്. നേപ്പാളിൽ നിലവിലുണ്ടായിരുന്ന യാഥാസ്ഥിതികവും പഴയതുമായ ഭരണവ്യവസ്ഥയെ തകർക്കുകയും വളരെ അരാഷ്ട്രീയമായ ഒരു പുതിയ ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്തിക്കുകയും ചെയ്തതിൽ സൈബർ ലോകത്ത് നടന്ന ആസൂത്രണങ്ങൾക്ക് പങ്കാളിത്തമുണ്ട്. മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ കാലത്ത് ഈജിപ്തിലും ടുണീഷ്യയിലും അതുപോലെ അതിനുശേഷം ബംഗ്ലാദേശിലുമൊക്കെ നടന്നിട്ടുള്ള രാഷ്ട്രീയ പരിവർത്തനങ്ങളിൽ സൈബർ ലോകത്തെ സംഘാടനം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മുന്നേറ്റത്തിന് സൈബർ ഇടം വഹിച്ച പങ്ക് ചെറുതല്ല. മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കടുത്ത മുസ്ലിം വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ കൂടി ഉൽപ്പന്നമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. നിരന്തരം ന്യൂനപക്ഷങ്ങൾക്കെതിരെയും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയും ജനാധിപത്യവാദികൾക്കെതിരെയും നടത്തുന്ന ആക്രമണങ്ങൾ BJP-യുമായി ബന്ധപ്പെട്ട, സംഘപരിവാറുമായി ബന്ധപ്പെട്ട സൈബർ ഇടത്തിൻ്റെ സവിശേഷതയാണ്. ഇത്തരം ആക്രമണങ്ങളും മുൻവിധികൾ പ്രചരിപ്പിക്കലും വിദ്വേഷ പ്രചാരണവുമൊക്കെ ഏറിയും കുറഞ്ഞും എല്ലാ തലങ്ങളിലും നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഹാസ്യനടൻ, അതുപോലെ തന്നെ ഗൗരവക്കാരനായ രാഷ്ട്രീയ സമീപനം ഉണ്ടായിരുന്ന സലിംകുമാറിന് നേരെ നടന്ന ആക്രമണം. സലിംകുമാർ വളരെ കാലമായി രോഗാതുരനാണ്, ചികിത്സയിലാണ്. പക്ഷേ രോഗക്കിടക്കയിലാവുമ്പോഴും സലിംകുമാർ തൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളും തൻ്റെ സാമൂഹ്യ വീക്ഷണങ്ങളും ഒരു മറയുമില്ലാതെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം ഒരു ഹാസ്യനടൻ എന്ന നിലയ്ക്ക് അറിയപ്പെടുമ്പോഴും അച്ഛനുറങ്ങാത്ത വീട് പോലുള്ള സിനിമകളിൽ അങ്ങേയറ്റം ഗൗരവക്കാരനായ ഒരു നടൻ്റെ സാന്നിധ്യം തെളിയിച്ചിട്ടുള്ള ആളാണ്. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിനുണ്ട്, ജനകീയമായ പിൻബലമുണ്ട്. അദ്ദേഹം പക്ഷേ തൻ്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞത് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. താനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ മാത്രമല്ല, തൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം തുറന്ന് പ്രകടിപ്പിക്കുകയും തനിക്കിഷ്ടമുള്ള നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾക്ക് പോവുകയും ഒക്കെ ചെയ്ത ഒരു നടനാണ് അദ്ദേഹം. മലയാളത്തിലെ സിനിമാ മേഖലയിൽ അതൊരു പുതിയ അനുഭവമല്ല. മലയാളത്തിലെ ഹാസ്യ നടന്മാരിൽ ഒരാളായിരുന്ന ഇന്നസെൻ്റ് CPIM-ൻ്റെ അംഗമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പരസ്യമായി തുറന്നു പറഞ്ഞ് CPM-ൻ്റെ പിൻബലത്തിൽ പാർലമെൻറ്റ് മെമ്പറായ ഒരാളാണ്. ആദ്യത്തെ അനുഭവമല്ല. ധാരാളം പേർ KPS ലളിതയെപ്പോലുള്ളവർ, ശങ്കരാടിയെപ്പോലുള്ളവരൊക്കെ തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പക്ഷപാതം തുറന്നു പറഞ്ഞിട്ടുള്ളവരാണ്. അതൊരു കുറ്റകൃത്യമല്ല.
മമ്മൂട്ടിയെ പോലുള്ളവരും മോഹൻലാലിനെ പോലുള്ളവരും ഒക്കെ പല രാഷ്ട്രീയ വേദികളിലും വരികയും പലപ്പോഴും തങ്ങളുടെ പക്ഷപാതിത്വം തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. അവർക്കൊന്നും കിട്ടാത്ത രീതിയിലുള്ള ആക്രമണമാണ് സലിം കുമാറിന് നേരെ ഉണ്ടായത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് മലയാളികൾ പഠിക്കേണ്ടതാണ്. കേവലമായ രാഷ്ട്രീയ പക്ഷപാതിത്വത്തിൻ്റെ പേരിലാണോ, കേവലമായ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിലാണോ, മറ്റെന്തെങ്കിലും കാരണങ്ങളാലാണോ സലിം കുമാറിൻ്റെ മരണക്കടകയിൽ പോലും ആക്രമിച്ചുകൊണ്ടിരുന്നത് സൈബറിടത്തിലുള്ള പോരാളികൾ എന്നത് മലയാളികൾ വീണ്ടും വിചാരത്തിന് ഇടയാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് സാംസ്കാരികമായി മുന്നണിയിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മലയാളി സൈബർ ലോകത്തെ പുലികൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷവുമായും സംഘപരിവാറുമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇത്തരം ആക്രമണങ്ങളിലേക്ക് പോകുന്നത്? ഒരാൾക്ക് തൻ്റെ അഭിപ്രായം, തൻ്റെ രാഷ്ട്രീയമോ സാമൂഹികമോ സാംസ്കാരികമായ നിലപാട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് അംഗീകരിക്കാനുള്ള പ്രാഥമികമായ ജനാധിപത്യ ബോധം എങ്ങനെയാണ് ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? നമ്മളിപ്പോഴും ഒരു ഫ്യൂഡൽ സമൂഹമായി തുടരുകയാണോ, ഒരു ജനാധിപത്യ സമൂഹമായി വികസിക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. സലിം കുമാറിന് നേരെയുണ്ടായ ആക്രമണങ്ങൾ തീർച്ചയായും ഒരു ഫ്യൂഡൽ മനോഭാവത്തിൻ്റെ, ഫ്യൂഡൽ സാംസ്കാരിക വീക്ഷണത്തിൻ്റെ ഭാഗമാണ്. അതിൽ മുൻവിധികളുണ്ട്, അതിൽ വെറുപ്പുണ്ട്, അതിൽ പലതരത്തിൽപ്പെട്ട ആശയങ്ങളുടെ ഒരു കടന്നുവരവുണ്ട്. തീർച്ചയായും അത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. ജനാധിപത്യ വിരുദ്ധമായ ഇത്തരം പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്ന, അതിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ആര് പുലർത്തിയാലും അതിനെ എതിർത്ത് തോൽപ്പിച്ച് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. മലയാളികളുടെ ആധുനികവൽക്കരണം എന്ന് പറയുന്നത് ഇത്തരം നിലപാടുകളുടെ കൂടി ഭാഗമായി പരിശോധിക്കപ്പെടേണ്ടതാണ്.